പ്രിയമുള്ളവരെ, AVMHS ചിന്നങ്ങാടിന്റെ 2024-25 അധ്യയന വർഷത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു പിടി ഓർമ്മകളും ഒത്തിരി നേട്ടങ്ങളും കൈവരിച്ച ഒരു മികച്ച അധ്യയന വർഷം തന്നെയായിരുന്നു ഈ വർഷം. AVMHS ചിന്നങ്ങാടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയം തന്നെയായിരുന്നു ഈ വർഷം SSLC പരീക്ഷയിൽ നേടാനായത്. തുടർച്ചയായി 100% വിജയം നിലനിർത്തുന്ന നമ്മുടെ സ്കൂളിന് 12 ഫുൾ A+ നേടാനായി. അതുപോലെ USS, NMMS എന്നീ മത്സര പരീക്ഷകളിലും നമ്മുടെ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. ഹുസ്ന ഹാരിസ് USS നേടിയപ്പോൾ ഷിഫ്ന ഫാത്തിമ, അമേയ, ലക്ഷ്മിമോ എന്നിവർ NMMS സ്കോളർഷിപ്പിന് അർഹരായി. സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണയും നമ്മൾ ഒത്തിരി വിജയങ്ങൾ വാരിക്കൂട്ടി. തുടർന്ന് ജില്ലയിലും സംസ്ഥാനത്തും A ഗ്രേഡ് നേടി. സംസ്കൃത അക്ഷര ശ്ലോകം, മലയാളം അക്ഷര ശ്ലോകം മത്സരങ്ങളിൽ അഗജ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടി. ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രമേളയിൽ അഗ്രഗേറ്റ് 2ാം സ്ഥാനവും വിവിധ കാറ്റഗറികളിൽ ജില്ലാ മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2 പേർക്ക് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചു. സംസ്ഥാന തല മത്സരത്തിൽ വിജയിച്ച ശ്രീനന്ദ KK അന്താരാഷ്ട്ര തലത്തിലേക്ക് യോഗ്യത നേടി. ബാസ്കറ്റ്ബോൾ, കബഡി, ഹാൻഡ്ബോൾ ജില്ലാ സ്റ്റേറ്റ് ടീമുകളിലേക്ക് നമ്മുടെ കായിക താരങ്ങൾക്കും യോഗ്യത ലഭിച്ചിരിക്കുന്നു. നായിഫ്, നിമിഷ, സ്നേഹ, ആഷിഫ് എന്നിവർ ഇത്തവണ ബാസ്കറ്റ് ബോളിൽ പാലക്കാട് ജില്ലയ്ക്കായി നമ്മുടെ സ്കൂളിൽ നിന്നും പങ്കെടുത്തു. എന്റെ വിദ്യാലയത്തിലെ കഴിഞ്ഞൊരു വർഷത്തെ ഞങ്ങളുടെ നേട്ടങ്ങളും മികവും വ്യത്യസ്ത പരിപാടികളും കാണുന്നതിനും വിലയിരുത്തുന്നതിനുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് 2024 ജനുവരി 13-ാം തീയതി ശിൽപരാത് 2K24 വാർഷിക പരിപാടികൾ നടന്നു. MLA പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ സുധ ടീച്ചറുടെ യാത്രയയപ്പും ദേശീയ കബഡി താരമായ ഷഫാഫിനെ ആദരിക്കലും നടന്നു. യുവഗായകൻ സിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചിന്നങ്ങാടിന്റെ ആഘോഷ രാത്രികളിലൊന്നായി മാറിയ പരിപാടിയിൽ ഞങ്ങളുടെ കലാപ്രകടനങ്ങൾ ഏവരുടെയും ഹൃദയം കവർന്നു. 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പരീക്ഷയെ നേരിടാനും ആത്മവിശ്വാസത്തോടെ മുന്നേറാനും ഒതുങ്ങുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് നടന്നു. അക്ഷര കേരളം ജില്ലാതല മത്സരത്തിൽ കവിത ചൊല്ലി മികച്ച വിജയം ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അനശ്വരയും UP വിഭാഗത്തിൽ നിന്ന് അഗജയും നേടി. ജനുവരി 26-ന് ഭരണഘടനയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സ്കൂളിൽ നടന്നു. സിൽവർ സ്ട്രോമിലേക്ക് നടത്തിയ പഠനയാത്ര പഠനത്തിനോടൊപ്പം മാനസിക ഉല്ലാസത്തിനും സന്തോഷത്തിനും പ്രാധാന്യം ഉണ്ടാക്കും തലത്തിലുള്ളതായിരുന്നു. മറക്കാത്ത ഓർമ്മകൾ സമ്മാനിക്കാൻ ഈ യാത്രകൾക്കായി ടീൻസ് ക്ലബ് നേതൃത്വത്തിൽ ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിൽ അമ്പലപ്പാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ക്ലാസുകൾ നടന്നു. 2024 വർഷത്തെ ഞങ്ങളിലെ പഠന മികവിനെ കാണിക്കുന്ന പഠനോത്സവം PTA പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചു. 2025 പ്രവേശനോത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കൂട്ടുകാരെ പാഠപുസ്തകങ്ങളും മധുരവും നൽകി അസംബ്ലിയിലൂടെ AVM കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു. പരിസ്ഥിതിയിലേക്ക് ഞങ്ങളെ എത്തിക്കുക എന്ന സന്ദേശത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനം മരം നട്ടുകൊണ്ട് ശ്രീ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 16/6/2024 സ്കൂൾ സ്ഥാപക ദിനം വിവിധ പരിപാടികളിലൂടെ ആഘോഷിച്ചു. സദനം ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുന്നാൾ ദിനത്തിൽ നടന്ന മെഹന്തി ഫെസ്റ്റ് വർണ്ണാഭമായിരുന്നു. UP ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ വ്യത്യസ്തങ്ങളായ ഡിസൈനുകളിൽ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു. ജൂൺ 19-ന് വായനാ ദിനമായി കുട്ടികളിലെ വായന പോഷിപ്പിക്കുന്നതിനായി വിവിധ മത്സരങ്ങൾ നടത്തി. ജൂൺ 21 യോഗാ ദിനം കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒതുങ്ങും വിധം യോഗ പ്രദർശനം JRC ഏവിയൻ അക്കാദമിയുടെയും നേതൃത്വത്തിൽ നടന്നു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വൻ വിപത്തിനെ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ക്യാൻവാസിൽ പകർത്തുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ, പ്രത്യേക അസംബ്ലി എന്നിവയും നടന്നു. 7ാം ക്ലാസ് കുട്ടികളുടെ ശാസ്ത്ര പാഠഭാഗങ്ങൾ നേരിട്ട് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. 10ാം ക്ലാസ്സുകാർക്ക് പഠനതന്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി ഐഡിയൽ കോളേജ് പ്രൊഫസർ മുഹമ്മദ് മോഴ്സി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കേരളത്തിന്റെ കണ്ണീരായി മാറിയ വയനാട് പിന്തുണയായി കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അതിലൊരു ഭാഗമാവാൻ AVMHS സ്കൂളിനും സാധിച്ചു.
JRC സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വിഭവ സമാഹാരവും ഫണ്ട് കളക്ഷനും നടന്നു. ഓഗസ്റ്റ് 9 പൊതുപരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ ഞങ്ങളുടെ സീനിയേഴ്സിനെ അനുമോദിക്കുന്ന വിജയോത്സവം അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ എൻഡോൺമെന്റ് വിതരണവും നടത്തി. സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ സന്ദേശങ്ങൾ ഞങ്ങളിൽ സ്വതന്ത്രബോധം വളർത്താൻ ഒതുങ്ങും വിധമായിരുന്നു. JRC യൂണിറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സ്കൂളിന് സമർപ്പിച്ചു. ദേശാഭിമാനി അക്ഷരമുറ്റം ക്യൂസ് മത്സരത്തിൽ ഉപജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ. ജനാധിപത്യ ബോധം ഉണർത്താൻ സ്കൂൾ തല വോട്ടെടുപ്പ് നടത്തി. സ്കൂൾ ശാസ്ത്രമേള വിപുലമായി നടന്നു. ഞങ്ങൾ ശാസ്ത്രം, സാമൂഹികം, ഗണിതം, IT, പ്രവൃത്തി പരിചയ മേഖലയിൽ ഞങ്ങളുടെ മികവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ഞങ്ങളിലെ 2 പേർക്ക് സംസ്ഥാന തലത്തിൽ ശാസ്ത്രമേളയിൽ A ഗ്രേഡ് നേടുവാനും കഴിഞ്ഞു. ജില്ലാ തലത്തിൽ മികച്ച പ്രകടനം സ്വന്തമാക്കാൻ കഴിഞ്ഞു. സ്കൂൾ കായികമേളയിൽ നമ്മുടെ കുട്ടികൾ വിവിധ കാറ്റഗറിയിൽ മത്സരിച്ച് വിജയിച്ചു. ഉപജില്ലയിലേക്ക് പങ്കാളിത്തം ലഭിച്ചു. 4 ഹൗസുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ റെഡ് ഹൗസ് വിജയികളായി. 2024 ഓഗസ്റ്റ് 22 സ്കൂൾ PTA ജനറൽ ബോഡി യോഗവും പുതിയ PTA തിരഞ്ഞെടുപ്പും നടന്നു. ഷനോജ് ബാബു PTA പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബിന്റെ നേതൃത്വത്തിൽ ഫ്ലവർ ആർട്ട് മത്സരം നടന്നു. വ്യത്യസ്തമായ പരിപാടിയിൽ അനവധി കുട്ടികൾ പങ്കെടുത്തു. പെൺകുട്ടികളുടെ ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ സ്കൂൾ മാനേജർ ശ്രീധരൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ ഉപജില്ലയിലെ പെൺപടകൾ മാറ്റുരച്ചു. അധ്യാപക ദിനം സമുചിതമായി ആഘോഷിച്ചു. ഞങ്ങളുടെ അധ്യാപകർക്ക് സ്നേഹ ബഹുമതികൾ നൽകുന്നതിനും അധ്യാപകരുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ഈ ദിനം ആഘോഷിക്കുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം വിവിധ ക്ലാസുകളിൽ നടന്നു. അതോടൊപ്പം വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഉപജില്ലാ കായികമേള ഒക്ടോബർ 8, 9, 10 തീയതികളിൽ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. വിവിധ കാറ്റഗറികളിലായി അനവധി കൂട്ടുകാർ പങ്കെടുത്തു. ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടാനായി. ഉറുദു അഗ്രിഗേറ്റ് സെക്കൻഡ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. കുട്ടികളിലെ ഫുട്ബോൾ മികവിനെ എടുത്തുയർത്തുന്നതിനായി ക്ലാസുകൾ തമ്മിൽ ഫുട്ബോൾ മത്സരം നടത്തി. ഹൈസ്കൂൾ വിഭാഗം 10Bയും UP വിഭാഗം 6A ക്ലാസും വിജയിച്ചു. പുതുവത്സരത്തെ കേക്ക് മുറിച്ചും ക്ലാസുകളിൽ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തും ആഘോഷമാക്കി. 10ാം ക്ലാസ്സുകാർക്കായി ഡോക്ടർ വിനോദ് സാർ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികൾ ഏറെ ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ലക്ഷ്യബോധവും നൽകി. 5 മുതൽ 9 വരെയുള്ള ക്ലാസ് PTA ജനുവരി 7-നും തുടർന്ന് 10ാം ക്ലാസ് PTA ജനുവരി 9-നും ഉപജില്ലാ സ്പോർട്സിന്റെ ഭാഗമായി കിഡ്സ് മത്സരങ്ങളിൽ ഉപജില്ലയിലെ തന്നെ മികച്ച രീതിയിലെത്താൻ നമുക്ക് കഴിഞ്ഞു. സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി പാലക്കാട് ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ നായിഫ്, നിമിഷ, സ്നേഹ, ആഷിഫ്. പാലക്കാട് ജില്ലാ അസോസിയേഷൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സെക്കൻഡ് റണ്ണറപ്പ് നേടാനായി. പാരീസ് ഒളിമ്പിക്സിന്റെ ആരവം ചുരങ്ങാടിന്റെ മണ്ണിലേക്ക് എത്തിക്കുന്നതിനായി ദീപശിഖ റാലി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. റവന്യൂ ജില്ലാ ബാസ്കറ്റ്ബോൾ സീനിയർ ഗേൾസ് റണ്ണറപ്പും സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായി. ജൂനിയർ ബോയ്സ് ടീം റണ്ണറപ്പായി. ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനായി ഉപജില്ലാ തലത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ ശില്പശാലകളിൽ പങ്കാളിത്തം. പരിസ്ഥിതി ദിന ക്യൂസ് ജൂൺ 5-ന് വിജയികളെ അനുമോദിച്ചു. ചന്ദ്രനെ അറിയാം. ഞങ്ങളിൽ ശാസ്ത്ര കൗതുകം വളർത്താനായി സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ, കൊളാഷ് നിർമ്മാണം, മറ്റു മത്സരങ്ങൾ നടത്തി. ആകാശ കാഴ്ചകളെ അടുത്തറിയാൻ മൊബൈൽ പ്ലാനറ്റോറിയം ജൂലൈ 29, 30 തീയതികളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. മറ്റു സ്കൂളിൽ നിന്നും കുഞ്ഞു കൂട്ടുകാർ ഞങ്ങളുടെ പ്ലാനറ്റോറിയം സന്ദർശിക്കാനെത്തി. YIP സീസൺ 6-ന്റെ ഭാഗമായി ബ്ലോക്ക് തല പരിശീലന പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. തൊഴിലിടങ്ങളെയും കൈത്തൊഴിലുകളെയും പരിചയപ്പെടുത്തുന്നതിനും തൊഴിലുരഹിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതിനുമായി സോപ്പ് നിർമ്മാണ പരിശീലനം നടത്തി.
മാഗസിൻ പ്രകാശനം ഹെഡ്മാസ്റ്റർ നിർവഹിച്ചു. ഞങ്ങളിലെ ഗണിതാഭിരുചികളെ പകർത്തുന്നതിനായി ഗണിത ക്ലബിന്റെ നേതൃത്വത്തിലാണ് മാഗസിൻ തയ്യാറാക്കി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കി. അമ്പലപ്പാറ പഞ്ചായത്തിന്റെ സ്വച്ഛതാ ഹി സേവ പരിപാടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കരിയർ ഗൈഡൻസ്, സ്പെസിഫിക് ഓറിയന്റേഷൻ, ലഹരി വിമുക്തി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ തിരിച്ചറിയുന്നതിനുള്ളതും ജീവിതശൈലി രോഗങ്ങളെ പറ്റിയും അക്രമങ്ങൾക്കെതിരായി സ്റ്റോപ്പ് വയലൻസ് എന്ന പേരും HIV ബോധവൽക്കരണം, ദേശീയോദ്ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടും രക്തദാനത്തെ പറ്റിയും NSSന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വിവിധ മേഖലയിലെ പ്രമുഖർ ക്ലാസുകൾ എടുത്തു. അമ്പലപ്പാറ പഞ്ചായത്തിന്റെ സംയുക്താഭിമുഖത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ജനുവരി 17 കെ കേളപ്പൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കേളപ്പജി വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായി നമ്മുടെ കൂട്ടുകാർ. ജനസംഖ്യാ ദിനത്തിനോടനുബന്ധിച്ച് സ്കൂൾ തല ക്വിസ് മത്സരവും വിവിധ പരിപാടികളും സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു. സാമൂഹിക പരിചയം ഉണ്ടാക്കുന്നതിനും വിവിധ തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് പ്രമുഖ കൈത്തറി മേഖലയായ കുത്താമ്പള്ളിയിലേക്ക് പഠനയാത്ര സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ ഞങ്ങളിലെത്തിക്കാൻ വിവിധ പരിപാടികൾ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു. ഉപജില്ലാ കലോത്സവത്തിൽ ഉറുദു വിഭാഗം അഗ്രിഗേറ്റ് സെക്കൻഡ് കരസ്ഥമാക്കി. അല്ലാമ ഇക്ബാൽ ടാലന്റ് ടെസ്റ്റിൽ മികച്ച വിജയം നേടാനായി. ഹൈസ്കൂൾ വിഭാഗം 4 വിദ്യാർത്ഥികളും UP വിഭാഗം 2 വിദ്യാർത്ഥികളും സ്കോളർഷിപ്പിന് അർഹരായി. ഉറുദു ക്ലബിന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ ഉപജില്ലയിലെ 2ാം സ്ഥാനത്തെത്താൻ നമുക്കായി. KATF നടത്തുന്ന ഫുട്ബോൾ മത്സരത്തിൽ ഉപജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ചാമ്പ്യനും UP വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണറപ്പും ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ ഉപജില്ലയിൽ മത്സരിക്കാൻ അർഹത നേടിയവർ. സംസ്കൃത ദിനം ഓഗസ്റ്റ് 19 സമുചിതമായി ആഘോഷിച്ചു. സംസ്കൃത അസംബ്ലി, പോസ്റ്റർ നിർമ്മാണം തുടങ്ങി വിവിധ പരിപാടികളോടെ സംസ്കൃത ദിനം ഞങ്ങൾ ആഘോഷിച്ചു. UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി പ്രത്യേക ക്വിസ് മത്സരങ്ങൾ ആദ്യ കാവ്യാമൃതത്തിന് ഭാഗമായി നടത്തി. സരൽ ഹിന്ദി പരീക്ഷ ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു. 150-ലധികം പേർ പങ്കെടുത്തു. പ്രേംചന്ദ് ദിനത്തിന്റെ ഭാഗമായി ഹിന്ദി അസംബ്ലിയും വ്യത്യസ്തങ്ങളായ പരിപാടികളും നടത്തി. വിദ്യാരംഗം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലാ സർഗോത്സവത്തിലേക്ക് പങ്കെടുക്കാനും ജില്ലാ സർഗോത്സവത്തിൽ കവിതാലാപനത്തിലും അഭിനയത്തിലും പങ്കെടുക്കാനുമായി. കേരളപ്പിറവി ദിനത്തിൽ വിവിധ കവി അനുസ്മരണങ്ങൾ ക്ലാസ് വൈസ് നടത്താൻ കഴിഞ്ഞു.